സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,13,240 രൂപയിലെത്തി. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങാൻ 1.25 ലക്ഷത്തോളം രൂപ ചിലവാകും. വിശ്രമം കഴിഞ്ഞു. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും മുകളിലേക്ക് കുതിക്കുകയാണ്. സ്വർണം വാങ്ങുന്നവർ പ്രത്യേകം ഇക്കാര്യങ്ങൾ ഓർക്കണം. സ്വർണ്ണവിലയിൽ ഗ്രാമിന് 35 രൂപ മാത്രമാണ് ഇന്ന് വർദ്ധിച്ചുവെങ്കിലും ഒരു പവന് ചെലവേറും. ഒരു പവന് ഇന്ന് 280 രൂപ കൂടി 1,13,240 രൂപയിലാണ് വ്യാപാരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 25 രൂപ കൂടി പവന് 93,040 രൂപയിലാണ് ഉള്ളത്. 14 ക്യാരറ്റിനാകട്ടെ ഗ്രാമിന് 9,060 രൂപയും 9 ക്യാരറ്റിന് 5,840 രൂപയിലുമാണ് വ്യാപാരം. വെള്ളിവില 260 രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. എന്നാൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ ചിലവ് കൂടുതലാണ്. ഒരു പവന് 1,13,240 രൂപയാണെങ്കിലും മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണം വാങ്ങാൻ കൂടുതൽ പണം നൽകേണ്ടി വരും. ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്കും 3% നികുതിയും 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയെല്ലാം ചേർത്താണ് ആഭരണത്തിന് വില ഈടാക്കുന്നത്. അതുപ്രകാരം ഏകദേശം 1,23,500 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ നൽകിയാൽ മാത്രമാണ് സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ സാധിക്കൂ. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ചകളിലാണ് സ്വർണ്ണ വിപണിയുടെ ശ്രദ്ധ എത്രയും പോകുന്നത്. ഇറാൻ വിട്ടുവീഴ്ച മനോഭാവത്തിലേക്ക് മാറിയാൽ ചർച്ചകളുടെ വിജയത്തിൽ പ്രതീക്ഷ ഉണർത്തിയിട്ടുണ്ട്. ചർച്ച പരാജയപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റ് യുദ്ധം വീണ്ടും തുടങ്ങും. അങ്ങനെ സംഭവിച്ചാൽ സർവത്ര മേഖലയിലും വിലക്കയറ്റത്തിന് വഴിയൊരുങ്ങും. വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയർന്നേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വർണത്തിലേക്കുള്ള നിക്ഷേപകരുടെ ഒഴുക്ക് ഇപ്പോൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നാൽ വില കുതിച്ചുയരാൻ കാരണമാകും. യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ വില കുത്തിനെ വർദ്ധിക്കുന്നതാണ് സ്വർണത്തിന്റെ മുൻകാല ചരിത്രം. എന്നാൽ ഇത്തവണ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.